അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ കറിവേപ്പില വെച്ചിട്ടുള്ളതാണ്. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് കറിവേപ്പില. മുടി വളരാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മേഹം നിയന്ത്രിക്കുവാനും കൊളസ്ട്രോള് BP ഒക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ദിവസവും കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് കറിവേപ്പില കഴിക്കുന്നത്. അപ്പൊ ഇതിന് മാത്രമല്ല ചർമ്മം നല്ല ഇളക്കമുള്ളതാക്കി വെക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ കറിവേപ്പില ദിവസവും കഴിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ 3 കൈപ്പിടി അളവില് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 കൈപ്പിടി അളവിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം തണലത്ത് വെച്ച് ഉണക്കുക, അല്ലെങ്കിൽ ഫാനിന്റെ കീഴിൽ വെച്ച് ഉണക്കിയെടുത്താലും മതി. അപ്പോൾ നമ്മുടെ കൈപിടിക്ക് ഇതുപോലെ 3 കൈപിടി അളവിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടിയിടരുത്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല മുരുമുരാന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഒന്നും ആയിട്ടില്ല. കറിവേപ്പിലയെല്ലാം നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്ത് പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലതുപോലെ പൊടിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ പരുവം. ഇപ്പോൾ ചൂടാണ്, ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തത് അതേ പാനിൽ തന്നെ 1/2 കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആരോഗ്യത്തിന് ഏറെ ഗുണമുള്ള ഒന്നാണ് ഈ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി എന്ന് പറയുന്നത്. വാൾനട്ട്, ബദാം തുടങ്ങിയ വിവിധ നട്ട്സുകൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. അതുപോലത്തെ ഗുണമാണ് ഈ നിലക്കടലയ്ക്കും ഉള്ളത്. കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് ഹൃദ്രോഗം തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ നിലക്കടല. അതുപോലെ രക്തം കട്ട പിടിക്കുന്നത് തടഞ്ഞ് സ്ട്രോക്കിനുള്ള സാധ്യതയൊക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. ഈ നിലക്കടലയും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പച്ച നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണെന്നുണ്ടെങ്കിലും ഒരു 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നിലക്കടലയും ഇതാ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറിയിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം അതേ പാനിൽ തന്നെ നമ്മൾ നിലക്കടല എത്രയാണോ എടുത്തിട്ടുള്ളത് അതേ അളവിൽ ബദാമും എടുത്തിട്ടുണ്ട്. തലച്ചോറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന ഒന്നാണ് ബദാം. ബദാമിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാനൊക്കെ ബദാം സഹായിക്കും. ഈ ബദാമും പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. തലച്ചോറിന്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഓർമ്മശക്തിയൊക്കെ കൂട്ടാനൊക്കെ ഒരുപാട് സഹായിക്കും. ക്യാൻസർ, ഹൃദ്രോഗം ഉള്ളവർക്കൊക്കെ, ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ ബദാം ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നിലക്കടല റോസ്റ്റ് ചെയ്തെടുത്ത അത്രയും സമയം എടുക്കില്ല. ഇപ്പൊ ബദാം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ബദാം എടുക്കുക. അരക്കപ്പെടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പൊ ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ നിലക്കടല കുറച്ചും കൂടെ എടുത്താലും മതി. ഇപ്പൊ ബദാം കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആരോഗ്യത്തിന് കുറച്ചും കൂടെ നല്ലത്. ബദാമൊക്കെ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പൊ നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ വെള്ളത്തിൻ്റെ ആ നനവെല്ലാം ഒന്ന് മാറി നല്ലതുപോലെ ഡ്രൈ ആയി വരണം. നമുക്കിത് കുറേ കാലം സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ നനവെല്ലാം നല്ലതുപോലെ മാറി കിട്ടണം. അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടിയിടരുത്, എന്നാൽ പിന്നെ തേങ്ങയുടെ കളറൊക്കെ മാറി പെട്ടെന്ന് ഈ നനവൊന്നും മാറി കിട്ടില്ല. കൊപ്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി, അതാകുമ്പോൾ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. റോസ്റ്റായി വന്നിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളത്തിൻ്റെ നനവ് മുഴുവനും മാറി കിട്ടണം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. ധാരാളം പോഷകങ്ങളുടെ കലവറയാണ് ഈന്തപ്പഴം. ധാരാളം ഫൈബർ, പ്രോട്ടീൻ, വിറ്റാമിൻ എ എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നതിലൂടെ പല രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ സഹായിക്കും. ഹീമോഗ്ലോബിന്റെ അളവ് മെച്ചപ്പെടുത്താനും ദിവസവും ഈ ഈന്തപ്പഴം കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുന്നതിനും നല്ല ഊർജ്ജത്തോടെ ദിവസം ഇരിക്കാനും ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഈന്തപ്പഴത്തിന്റെ നാരുകളുടെ അംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബലബന്ധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും. അങ്ങനെ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈന്തപ്പഴം. ഞാനിപ്പോൾ 20 ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത കറിവേപ്പില മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടലയുടെ തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് അങ്ങ് ചേർക്കാം.
പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. പ്രത്യേക ഒരു ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും. ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഇപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൾസ് മോഡിലിട്ടിട്ട് ഇതുപോലെ ചെറിയ ചെറിയ തരികളോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിക്കരുത്. ഇതുപോലെ ഒന്ന് ആദ്യം പൊടിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചൂട് മാറിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ്. ഈന്തപ്പഴം കുരു കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ഡേറ്റ്സ്. 10 ഈന്തപ്പഴം എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള കരിപ്പൊട്ടി ചേർത്ത് കൊടുക്കാം. ഇത്തിരി ആവശ്യമായ കരിപ്പൊട്ടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഓർഗാനിക് ശർക്കര ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതിനേക്കാളും കുറച്ചും കൂടെ ആരോഗ്യത്തിന് നല്ലത് ഈന്തപ്പഴം ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുമ്പോഴാണ്. അപ്പോൾ അതാണ് ഞാൻ 20 ഈന്തപ്പഴം എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുഴഞ്ഞ പരുവത്തിന് വേണം കിട്ടേണ്ടത്. അതുപോലെ കുഴഞ്ഞ പരുവത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ തേൻ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശർക്കര ചേർത്തില്ല എന്നുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ തേൻ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കരയും കൂടി ചേർക്കുമ്പോൾ കുഴഞ്ഞ പരുവത്തിന് ഇതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈന്തപ്പഴം ചേർത്തിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു കുഴഞ്ഞ പരുവത്തിന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ കുഴഞ്ഞ പരുവത്തിന് പൊടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. തേനൊക്കെ ഒരുപാട് ആരോഗ്യത്തിന് നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാവുന്നതാണ്. കുറച്ചല്ലേ നമ്മൾ തേൻ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് വേണം മാറ്റാനായിട്ട്. നമ്മൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം ഇത് പൊടിച്ചെടുക്കാൻ. നമ്മൾ പൊടിച്ചു വന്നപ്പോൾ കണ്ടില്ലേ, കുറച്ചേ ഉള്ളൂ. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നമ്മൾ ഈർപ്പമൊന്നും ഇല്ലാത്ത കൈ വെച്ചിട്ട് വേണം ഇതൊന്ന് ഉണ്ട പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലഡു ഒക്കെ നമ്മൾ ഉരുട്ടിയെടുക്കുന്നത് പോലെ ഉരുട്ടിയെടുക്കാം. ഇത് നമ്മൾ ഒട്ടും നെയ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നെയ്യൊന്നും ചേർക്കാതെയാണ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ വേണ്ടത് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. കടലയുടെ ബദാമിന്റെ എണ്ണ കണ്ടില്ലേ, അതാ നമ്മൾ ഉരുട്ടും തോറും എണ്ണയായിട്ട് തെളിഞ്ഞു വരുന്നത് കണ്ടോ. ഇത് നിലക്കടലയുടെയും ബദാമിന്റെയും എണ്ണയാണ്. അതുപോലെ നമ്മൾ തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നമ്മൾ ഉരുട്ടും തോറും ഇതിൽ നിന്നും നെയ്യ് പോലെ വരുന്നത് കണ്ടോ, എണ്ണമയം കണ്ടോ. പ്രത്യേകിച്ച് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. ഇപ്പൊ അതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ. കുറച്ച് മാത്രം മതി. ദിവസം ഒരു ഉരുള കഴിച്ചാൽ മാത്രം മതി. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ കറിവേപ്പില വെച്ചിട്ടുള്ള ഈ ലഡു. ഇത് ഒരെണ്ണം ദിവസം വെറുവെയിറ്റിൽ രാവിലെ കഴിച്ചാൽ മാത്രം മതി. ഹീമോഗ്ലോബിന്റെ അളവ് കുറവുള്ളവർക്കൊക്കെ നല്ലതാണ്. അയണിന്റെ കുറവുള്ളവർക്കും അതുപോലെ തന്നെ ഒരുപാട് മുടി കൊഴിയുന്നവർക്കും ഒക്കെ ഇത് ദിവസവും ഒരെണ്ണം കഴിച്ചാൽ മതി. പ്രമേഹ രോഗമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രമേഹ രോഗമുള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇത് ഒരെണ്ണം ദിവസവും കഴിക്കുന്നതിലൂടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. മുടി വളർച്ചയൊക്കെ വേഗത്തിലാക്കാനും സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കാനും ഒരുപാട് രോഗങ്ങൾ മാറ്റുന്നതിനും പീരീഡ്സ് സമയത്തുണ്ടാകുന്ന വേദനയും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ബ്ലീഡിങ്ങും ഒക്കെ മാറുന്നതിനും ഒരുപാട് നല്ലതാണ് ഈ കറിവേപ്പില വെച്ചിട്ടുള്ള ലഡു. അപ്പം ഞാനിപ്പോൾ ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചധികം ചെയ്തിട്ട് വെക്കുക. ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈർപ്പമൊന്നും ഇല്ലാത്ത ഗ്ലാസിന്റെ ജാറിൽ വേണം ഇത് അടച്ച് സൂക്ഷിച്ച് വെക്കാൻ. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്